കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമുക്കവിടുത്തെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടുകയാണ്. ആദരവോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ക്ഷണിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ സാധിക്കുന്നവർക്കൊക്കെ മുട്ടുകുത്താം. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവം സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുള്ള മുഖത്തോടും കണ്ണുകളോടും കൂടിയാണ്. അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ പോലും സാധിക്കാതെ മാലാഖമാർ സാഷ്ടാംഗം വീണ് കിടന്ന് ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധൻ എന്ന് പാടി നിരന്തരം അവിടുത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. മാലാഖമാരുടെ ആ സ്തുതികളോട് ചേർന്ന് നമുക്കും അവിടുത്തെ സ്തുതിക്കാം. ഈ ഭൂമിയിൽ വെച്ച് രാത്രിയിൽ ഹോശാന പാടി കർത്താവിനെ സ്തുതിക്കുന്ന നമുക്ക് സ്വർഗ രാജ്യത്തിലെത്തുവാനും
അവിടെ സകല മാലാഖമാരുടെ വിശുദ്ധരോടും ഒന്നിച്ച് നിത്യമായ ഓശാന ഗീതത്തിൽ പങ്കെടുക്കുവാനുമുള്ള ഭാഗ്യം ലഭിക്കണമേ എന്ന് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഭൗതികമായ നമ്മുടെ ഏത് ആവശ്യത്തെക്കാളും വിലയേറിയത് നമുക്ക് സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. ദൈവത്തോടു കൂടി മരണശേഷം ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് രോഗശാന്തിയേക്കാളും വിദേശത്ത് പോകാൻ അവസരം കിട്ടുന്നതിനേക്കാളും കടബാധ്യത നീങ്ങുന്നതിനേക്കാളും പഠനത്തിൽ ഉന്നത വിജയം കിട്ടുന്നതിനേക്കാളും എല്ലാം പ്രധാനപ്പെട്ടത് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വെച്ച് ഈ രാത്രിയിൽ അശുദ്ധമായ അധരത്തോടുകൂടി അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരോടെ കൂടെ നിന്നുകൊണ്ട് കർത്താവിനെ പാടി സ്തുതിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും വിശുദ്ധരോടും സർവമാലാഖമാരോടും ഒന്നിച്ച് നിത്യമായ ഓശാന ഗീതത്തിൽ പങ്കെടുക്കുവാനായിട്ട് എന്നെയും ഇന്ന് ഈ രാത്രിയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സർവ്വരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭൗതിക വ്യഗ്രതകളിൽ മുഴുകി ജീവിക്കുമ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സർവ മാലാഖമാരോടും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ അധരം തുറന്ന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അശുദ്ധമായ അധരത്തോടു കൂടിയാണ് ഞാൻ സ്തുതിക്കുന്നത്. അശുദ്ധമായ അധരങ്ങളുള്ളവരോട് ചേർന്നാണ് ഞാൻ സ്തുതിക്കുന്നത്. കർത്താവേ, എൻ്റെ എല്ലാ അശുദ്ധിയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അശുദ്ധിയെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാലാഖമാരോട് ചേർന്ന് ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, മഹത്വം. ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഞങ്ങളെ ഏറ്റുപറയുന്നു. സകല സ്വർഗവാസികളോടും ചേർന്ന് ഞങ്ങളെ സ്തുതിക്കുന്നു. സകല ഭൂവാസികളോടും ചേർന്ന് ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ രാത്രി അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സർവ്വ ദൈവമക്കളോടും ചേർന്ന് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളിൽ അങ്ങ് പ്രസാദിക്കണമേ. അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ. അവിടുത്തെ സൗഖ്യം ഞങ്ങളിൽ വർഷിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, ദൈവമേ നന്ദി. നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ഒന്ന് ചേർന്നേറ്റ് ചൊല്ലി പറയാം. ആരാധന
പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഒരുപാട് പേരെ ഈ രാത്രിയിൽ വളർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളാണ്, അലച്ചിലുകളാണ്, നമ്മൾ പരിഹരിക്കാൻ നോക്കിയിട്ട് തീരാത്ത പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളിലായിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും ഈ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പരിഹരിക്കാത്ത പ്രശ്നങ്ങളുമായിട്ടാണ് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ രാത്രിയിൽ ഉണർന്നിരിക്കുന്നത്, അഥവാ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്, അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവമാണ്, മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുന്ന ദൈവമാണ്. തന്നെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പുറകെ ചെന്ന സർവ്വർക്കും ചോദിച്ച അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കരങ്ങളെ തുറന്നു പിടിക്കാം. കർത്താവേ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന വഴികളെന്ന് നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ നിസ്സഹായതകൾ നമുക്ക് അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം. കണ്ണുനീര് ദൈവം കാണും, പ്രാർത്ഥന ദൈവം കേൾക്കും, ചെയ്യുന്ന ത്യാഗപ്രവൃത്തികൾ ദൈവം ഓർത്തിരിക്കും, പരോപകാര പ്രവൃത്തികൾ ദൈവം ഓർത്തിരിക്കും. തോബിത്തിൻ്റെ പരോപകാര പ്രവൃത്തികൾ കണ്ട ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നു, അന്ധത മാറ്റിക്കൊടുക്കുവാൻ തയ്യാറാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപിയാണെങ്കിലും അനേകം നന്മകൾ കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, അനേക ത്യാഗപ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അനേക പുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യാമായിരുന്ന പല പാപപ്രവൃത്തികളും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ അനുഷ്ഠിച്ച സുഹൃത്തുക്കളെ ഓർത്ത്, സമർപ്പിച്ച പ്രാർത്ഥനകളെ ഓർത്ത്, അങ്ങയുടെ മുമ്പിൽ വെക്കുന്ന വിശ്വാസത്തെ ഓർത്ത് ഈ രാത്രിയിൽ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ ബലഹീനതകളിലേക്ക്, എൻ്റെ രോഗങ്ങളിലേക്ക്, എൻ്റെ സങ്കടങ്ങളിലേക്ക്, എൻ്റെ കുടുംബ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ നിസ്സഹായതകളിലേക്ക് കർത്താവേ, നിന്റെ ശക്തി അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിനോട് പറയാം, എവിടെയാണ് നമ്മുടെ പ്രശ്നം, എവിടേക്കാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വേണ്ടത്, എവിടേക്കാണ് കർത്താവിൻ്റെ ശക്തി കടന്നു വരേണ്ടത്. നമുക്ക് അവിടുത്തെ സന്നിധിയിൽ അത് സമർപ്പിക്കാം. കർത്താവ്, ഇതാണ് ഞാനെന്ന്, ഇതാണ് എൻ്റെ അവസ്ഥയെന്ന്, ഇതാണ് നിൻ്റെ ഇടപെടൽ വേണ്ട മേഖലയെന്ന് നമുക്ക് അവിടുത്തോട് നിശബ്ദമായി പറയാം. കർത്താവേ, നീ ഹൃദയ വിചാരങ്ങൾ പോലും മനസ്സിലാക്കുന്ന ദൈവമാണ്. ഞങ്ങൾ മനസ്സിലെന്ന് വിചാരിക്കുമ്പോൾ അത് വായിച്ചറിയുന്ന ദൈവമാണ്. കർത്താവേ, ഓരോരോ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ സമയത്ത് നിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തുന്നവരെ നീ കാണണമേ. അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ, അവരുടെ നെടുവീർപ്പുകളെ നീ കേൾക്കണമേ, അവരുടെ കണ്ണുനീര് കാണണമേ, അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ നീ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും വേണ്ടി ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർവർക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദിയും ഈശോയെ സ്തുതി സ്വരമുയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിലെത്തട്ടെ. കർത്താവെ സ്തോത്രം പറയുന്ന ദൈവമേ നന്ദി പറയുന്നു, കർത്താവെ സ്തുതിക്കുന്ന ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന ദൈവമേ മഹത്വപ്പെടുന്നു. കർത്താവെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മുറിവേറ്റവർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നവര് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണവര് നിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നവർ നിന്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ജീവിതത്തിന്റെ തടസ്സങ്ങൾ നിന്റെ നാമത്തിന്റെ ശക്തിയിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, കരുണ കാണിക്കണമേ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ വചനം, ആ വചനത്തോട് സൗഖ്യമുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. വചനമയക്കണമേ, രോഗമകറ്റണമേ എന്ന് സർവ്വ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. വചനമയക്കണമേ, രോഗമകറ്റണമേ. വചനമയക്കണമേ, രോഗമകറ്റണമേ. തളർന്നുപോയ സർവ്വ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്താൽ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ. തളർന്നുപോയ സർവ്വരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് വീണ്ടും അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനമയക്കണമേ, ശക്തി പകർന്നിടണേ. വചനമയക്കണമേ, ശക്തി പകർന്നിടണേ. കർത്താവെ, എല്ലാ മുറിവേറ്റവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. മനസ്സിന്റെ മുറിവുകളിലേക്ക് അവരെ സുഖപ്പെടുത്തുവാനായിട്ട് നിന്റെ വചനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമയക്കണമേ, മുറിവുണക്കണമേ. വചനമയക്കണമേ, മുറിവുണക്കണമേ. നമ്മുടെ നിരാശയെ, നമ്മുടെ സങ്കടത്തെ, കുറ്റബോധത്തെ, ഭയത്തെ, ഉത്കണ്ഠയെ, അപകർഷത ബോധത്തെ, നിസ്സഹായതകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ മുറിവുടക്കണമേ എന്ന് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു. വചനമയക്കണമേ, കർത്താവേ, എല്ലാ മുറിവുകൾക്കും സൗഖ്യമുണ്ടാകട്ടെ, എല്ലാ വേദനകൾക്കും സൗഖ്യമുണ്ടാകട്ടെ, എല്ലാ സങ്കടങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, സ്തോത്ര ദൈവമേ നന്ദി. കർത്താവേ, സ്തോത്ര ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടുള്ള കത്തുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. എത്രയോ പേരുടെ ജീവിതങ്ങളാണത്. എത്രയോ പേര് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ കത്തുകൾ അയച്ചിരിക്കുന്നത്. എന്തെല്ലാം സങ്കടങ്ങൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ഈ നൈറ്റ് വിജിലിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവർ കത്തുകൾ അയച്ചിരിക്കുകയാണ്. നമുക്ക് ആ കത്തുകളുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടിപ്പിടിക്കാം. ആ കത്തുകൾ അയച്ച സർവ്വരെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ ജീവിതങ്ങളെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കത്തുകൾ അയച്ച പലരും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് ഈ രാത്രിയിൽ കണ്ണുനീരോടുകൂടി നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ നിസ്സഹായതകളിലേക്ക്, അവരുടെ വേദനകളിലേക്ക്, അവരുടെ രോഗങ്ങളിലേക്ക്, അവരുടെ തകർച്ചയുടെ അനുഭവങ്ങളിലേക്ക് നീ നിന്റെ ശക്തി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തികൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിന് സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ തകർച്ചകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കത്തുകളുടെ നേരെ, അത് അയച്ച വ്യക്തികളുടെ നേരെ, അവരുടെ പ്രശ്നങ്ങളുടെ നേരെ കർത്താവ് കരുണ വർഷിക്കുന്ന വേണ്ടി കരങ്ങൾ നീട്ടിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ കത്തുകൾ അയച്ച സർവ്വ ജീവിതങ്ങളുടെ മേലും
ഈ രാത്രി നിന്റെ ശക്തി കടന്നു കയറട്ടെ, നിന്റെ വചനത്തിന്റെ ശക്തി കടന്നു കയറട്ടെ. അവരുടെ ജീവിതത്തിൽ ഈ രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ ദാസനും ഞങ്ങളുടെ രക്ഷകരമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രാത്രി, അടയാളങ്ങൾ സംഭവിക്കട്ടെ രാത്രി, രോഗശാന്തികൾ സംഭവിക്കട്ടെ രാത്രി, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക പരാധീനതകൾ മാറിപ്പോകട്ടെ, ദമ്പതികൾക്കിടയിലുള്ള ഭിന്നതകൾ നീങ്ങിപ്പോകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ, കർത്താവേ ജോലിക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വിവാഹത്തിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ വ്യക്തികളെ അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. കർത്താവേ അവര് നിനക്ക് സാക്ഷ്യം നൽകുന്നവരാക്കി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ സ്തുതി. നമുക്ക് ലോകത്തെ മുഴുവനും ഓർക്കാം. ലോകത്തിന്റെ രക്ഷയുണ്ടെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ലോകത്തെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കാം. സർവ ഭൂവാസികളെയും നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് നമ്മളിവിടെ ഈ ഗ്ലോബ് വെച്ചിരിക്കുകയാണ്. ഈ ഗ്ലോബിൽ ഓരോ സ്ഥലത്തുമുള്ള ഓരോ പ്രദേശങ്ങളെ, ഓരോ ഭൂഖണ്ഡങ്ങളെ, ഓരോ രാജ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ സ്ഥലത്ത് ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട്. അവരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്നത് നോർത്ത് അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലെ ജനങ്ങളെ നമുക്ക് ഓർക്കാം. ആ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രിയിൽ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാം. അവരുടെ നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സർവർക്കും വേണ്ടി നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ ഈ പ്രദേശത്തിൻ്റെ മേലെ നീട്ടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കുന്ന സർവർക്കും വേണ്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവരുടെ ആവശ്യങ്ങളൊക്കെ അവിടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് രാത്രി ആ ഭൂഖണ്ഡങ്ങളെ, ആ രാജ്യങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ ഇരുന്നുകൊണ്ട് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സർവ മക്കളെയും ദൈവമേ രാത്രി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ സ്തുതി, ദൈവമേ മഹത്വ, ദൈവമേ നന്ദി. കർത്താവെ രാഷ്ട്രങ്ങളിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. കർത്താവെ സ്തോത്രം, ദൈവമേ നന്ദി. താതന്റെ ഏകകുമാര രക്ഷകനാം യേശുവേ, അയക്കണമേ നിന്റെ ആത്മാവിനെ ഈ ലോകത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ സമർപ്പിച്ചുകൊണ്ട്, ഈ പ്രദേശങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. താതന്റെ ഏകകുമാര രക്ഷകനാം യേശുനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശബ്ദമുയർത്തിക്കൊണ്ട് രക്ഷകനാം യേശുനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോൾ ഈ ദാസരിലേക്ക് വസിക്കട്ടെ ദിവ്യാത്മാവ്, വസിക്കട്ടെ ദിവ്യാത്മാവ്. സർവജനത്തിൻ ഹൃത്തിൽ, സർവജനത്തിൻ ഹൃത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ്, വസിക്കട്ടെ ദിവ്യാത്മാവ്. സർവജനത്തിൻ ഹൃത്തിൽ, സർവജനത്തിൻ ഹൃത്തിൽ ഈ ആത്മാവിൻ ശക്തിയാൽ, ഈ ആത്മാവിൻ ശക്തിയാൽ
ദുരന്തങ്ങൾ ഇവയിൽ നിന്നും മാനവരെ സംരക്ഷിക്കുക. താതന്റെ ഏകകുമാര രക്ഷകനാമീശോനാഥ അയക്കൂവിൻ ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. നമുക്ക് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ജനങ്ങൾ അവിടെയാണ്. ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ, മയക്കുമരുന്ന് വ്യാപാരം, കൊല എല്ലാം നടക്കുന്ന രാജ്യങ്ങളെല്ലാം അവിടെയാണ്. അതേസമയം ഒത്തിരി നീതിമാന്മാരായ മനുഷ്യരവിടെയുണ്ട്, പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്, മിഷണറിമാർ അവിടെയുണ്ട്. ആ രാജ്യങ്ങളെ ഭാവനയിൽ കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ കരങ്ങളെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. താതൻ്റെ ഏകകുമാര ആ രാജ്യങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കണമേ. താതന്റെ ഏകകുമാര രക്ഷകനാമീശോനാഥ അയക്കൂവിൻ ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. കൂടി ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് താതന്റെ ഏകകുമാര താതന്റെ ഏകകുമാര രക്ഷകനാമീശോനാഥ അയക്കൂവിൻ ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. നമുക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ സമർപ്പിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്ക് നമ്മുടെ ഭാവനയിൽ കാണാം. പ്രാർത്ഥിക്കുന്നെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ള മനുഷ്യരെ നമുക്ക് ഭാവനയിൽ കാണാം. അവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. പാപത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവെ രാജ്യങ്ങളിലേക്ക്, അവിടെയുള്ള ജനപദങ്ങളിലേക്ക്, അവിടെ ഇരുന്നുകൊണ്ട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥന ഉയർത്തുന്ന സർവരിലേക്ക് രാത്രി നിന്റെ ആത്മാവിനെ അയക്കണമേ, നിന്റെ വചനം അയക്കണമേ. അവിടെയും ഈ രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താതന്റെ ഏകകുമാര താതന്റെ ഏകകുമാര രക്ഷകനാമീശോനാഥ അയക്കൂവിൻ ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ്, വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ. യൂറോപ്യൻ രാജ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വിശ്വാസം കൊണ്ടുവന്നത് അവിടെയായിരുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ വിശ്വാസം നഷ്ടപ്പെട്ടവര്, ഏറ്റവും കൂടുതൽ തകർച്ചകളുടെ ധാർമ്മിക ആധ്യാത്മിക തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാണ്. അതേസമയം അവിടെയുള്ള അനേകര്, പ്രത്യേകിച്ച് അവിടേക്ക് കുടിയേറിയ മലയാളികൾ ദൈവത്തെ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും സഭയ്ക്കും ദൈവത്തിനും സാക്ഷ്യം വഹിക്കുന്നവരുമാണ്. അവിടെയുള്ള മലയാളികളിലൂടെയാണ് ഒരുപക്ഷെ ഇനി അവിടെ സഭ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അവിടെയും ഇരുന്ന കൂടി രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളോട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആ രാജ്യങ്ങളെയും അവിടെയുള്ള എല്ലാ ജനങ്ങളെയും നമ്മളോട് ഈ രാത്രി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മലയാളി സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരൂപി അവിടേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. താതൻ്റെ ഏകകുമാര താതന്റെ ഏകകുമാര രക്ഷകനാമീശോനാഥ അയക്കൂവിൻ ആത്മാവിനെ ഇപ്പോഴീ ഭൂമി
വസിക്കട്ടെ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ. യൂറോപ്യൻ രാജ്യങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നത് ഭാവനയിൽ കണ്ടുകൊണ്ട്, ക്രൈസ്തവ ധാർമ്മികതയിലേക്ക് തിരികെ വരുന്നത് കണ്ടുകൊണ്ട്, അവിടെ ഇരുന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഈ രാത്രി ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനഃശാന്തികളെല്ലാം അയക്കുന്നതിനെ ഭാവനയിൽ കണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. വസിക്കട്ടെ ദിവ്യാത്മാവ്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങളാണ്. അതേസമയം വലിയ ധാർമ്മിക അധപതനമുള്ളവരാണ്. നിരന്തരമായ യുദ്ധത്തിലും കലഹത്തിലും കഴിയുന്നവരാണ്. വർഗീയ പീഡനങ്ങൾ നടക്കുന്ന രാജ്യമാണ്. ക്രൈസ്തവര് പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, ഞങ്ങളുടെ കരങ്ങളിലൂടെ നിന്റെ ആത്മാവിനെ ഈ രാത്രി രാജ്യങ്ങളിലേക്ക് വർഷിക്കണമേ. ആ രാജ്യങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, മാനസാന്തരമുണ്ടാകട്ടെ. ആ രാജ്യങ്ങൾ ഐശ്വര്യപ്പെടട്ടെ. അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നതയുടെ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. സ്നേഹിക്കത്തിൻ്റെ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കട്ടെ. കർത്താവ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരുന്നതുകൊണ്ട് ഈ രാത്രി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നവരുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലേക്കും ആ രാജ്യങ്ങളിലെല്ലാം ജനപദങ്ങളിലേക്കും നിന്റെ ആത്മാവിനെ അയക്കണമേ, സൗഖ്യമയക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താതന്റെ ഏകകുമാര, താതന്റെ ഏകകുമാര, രക്ഷകനാമീശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃദയത്തിൽ. ആ രാജ്യങ്ങളിൽ നിന്ന് യുദ്ധവും അസമാധാനവും എല്ലാം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി, ധാർമ്മിക അധപതനങ്ങൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി, സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആത്മാവിൻ ശക്തിയാൽ, ഈ ആത്മാവിൻ ശക്തിയാ യുദ്ധം ധാർമ്മിക തകർച്ച ദുരന്തങ്ങൾ ഇവയിൽ നിന്ന്, ദുരന്തങ്ങൾ ഇവയിൽ നിന്നും മാനവരെ സംരക്ഷിക്കുക. താതന്റെ ഏകകുമാര, താതന്റെ ഏകകുമാര, രക്ഷകനാമീശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. ഏഷ്യൻ രാജ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഇന്ത്യയെ സമർപ്പിക്കാം. കേരളത്തെ വളരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ചൈനയെയും റഷ്യയെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. എന്തുമാത്രം അക്രമങ്ങളും ഭിന്നതകളും നടക്കുന്നു. ഭീകരരുടെ താവളങ്ങൾ അവിടെയുണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം തകർന്നു വീഴുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ പീഡനങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധകുതിയന്മാർ തളർന്നു വീഴുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് അവിടേക്ക് പറന്നു ചെല്ലുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ആ രാജ്യങ്ങളിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താതന്റെ ഏകകുമാര, താതന്റെ ഏകകുമാര,
ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. ഒരിക്കൽ കൂടി നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മേൽ കർത്താവ് കരുണ വർഷിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതിന് വേണ്ടി, ഈ രാത്രിയിൽ ഉണർന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകിയെത്തുന്നതിന് വേണ്ടി താതന്റെ ഏകകുമാരാ ലോകത്തിലുള്ള സർവ്വ ജനങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. യേശുവിൽ വിശ്വസിക്കുന്നവരല്ലാത്തവരും ദൈവവിശ്വാസികളല്ലാത്തവരും നന്മ പ്രവർത്തിക്കുന്ന തിന്മ പ്രവർത്തിക്കുന്നവരും രോഗികളെ ഹൃദയം തകർന്നവര്, സാമ്പത്തിക പരാധീനപ്പെട്ടവര്, കടബാധ്യതയുള്ളവര്, തകർന്ന കുടുംബങ്ങള്, എല്ലാ തരത്തിലുമുള്ള മനുഷ്യരെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ലോകത്തിന് മേൽ നിന്റെ അരൂപിയെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വസിക്കട്ടെ ദിവ്യാത്മാവ്. ദിവ്യാത്മാവ് ലോകത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തോട് കരുണ കാണിക്കണമേ, സർവ്വ മനുഷ്യരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ രാജ്യങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ജനപദങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സർവ്വരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് യോഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സർവ്വ രോഗികളെയും സുഖപ്പെടുത്തുവാൻ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിച്ചു കളയുവാൻ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നീങ്ങിപ്പോകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭിന്നതകൾ നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളുടെ ഇടപെടലുകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശുവിന്റെ അത്യുന്നതമായ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു. പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ ഈ ലോകത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവ് വീണ്ടും ലോകത്തെ വീണ്ടെടുക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തെ നിയന്ത്രിക്കട്ടെ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് തിന്മകൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി, പൈശാചിക ശക്തികൾ നിർവീര്യമായി പോകുന്നതിന് വേണ്ടി, കർത്താവ് ലോകത്തെ വീണ്ടും വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ലോകം വീണ്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടി, സർവ്വ മക്കളും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നതിന് വേണ്ടി ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് സർവ്വ മനുഷ്യരെ സമർപ്പിച്ചിട്ട് സമർപ്പിക്കാം. കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ സ്തോത്രം. ഹല 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 കർത്താവേ നിമിഷങ്ങളിൽ ഈ നിമിഷങ്ങളിൽ ലോകത്തിന് അനേക ഭാഗങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. മുറിവേറ്റവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ ജനപദങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമുക്ക് യേശുവിന് സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം. നമ്മൾ അറിയുന്ന രോഗങ്ങളുണ്ട്, അറിയാത്ത രോഗങ്ങളുണ്ട്, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുണ്ട്, ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളുണ്ട്, പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാത്ത രോഗങ്ങളുണ്ട്, ചികിത്സിച്ചിട്ടും പണം ചിലവാക്കിയിട്ട് രോഗം മാറാത്തതുകൊണ്ട് മനസ്സ് മടുത്ത് ചികിത്സ നിർത്തിയ രോഗങ്ങളുണ്ട്. ശരീരത്തിൻ്റെ പുറത്തും അകത്തും ഒക്കെ രോഗാവസ്ഥകളുണ്ടാകാം. പല രോഗങ്ങളും അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് തന്നെ. നമുക്കറിയത്തില്ലെങ്കിലും കർത്താവിനെ അറിയാം. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം. തലയുടെ രോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. തലവേദന, കുടിഞ്ഞി, മുടി കൊഴിച്ചിൽ, തലയിലെ താരൻ,
മറവി, ഓർമ്മക്കുറവ്, കേൾവിക്കുറവ്, ചെവി പൊട്ടിക്കൊടുക്കുന്ന രോഗങ്ങൾ, കണ്ണിൻ്റെ അസുഖം, കാഴ്ചക്കുറവ്, കണ്ണുവേദന, അധര സംബന്ധമായ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കിഡ്നികളെ നമുക്ക് സമർപ്പിക്കാം. പാങ്ക്രിയാസിനെ നമുക്ക് സമർപ്പിക്കാം. ഓരോ ആന്തരിക അവയവത്തെയും നമുക്ക് സമർപ്പിക്കാം. മാംസപേശികളെയും ഞരമ്പുകളെയും സമർപ്പിക്കാം. അസ്ഥികളെ സമർപ്പിക്കാം. ത്വക്കിനെ സമർപ്പിക്കാം. ഓരോ അവയവങ്ങളിലേക്കും ഓരോ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിൻ്റെ ശക്തി കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് രാത്രി നമ്മുടെ മേൽ അത്ഭുതങ്ങൾ ചൊരിയട്ടെ, അടയാളങ്ങൾ ചൊരിയട്ടെ, സൗഖ്യങ്ങൾ ചൊരിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവ്, എൻ്റെ എല്ലാ രോഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. നമുക്കറിയാവുന്ന രോഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവ്, ഇതൊക്കെയാണ് ഞാൻ അറിയുന്ന എൻ്റെ രോഗങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ. കർത്താവെ, ഇതുകൊണ്ട് ഞാൻ മടുത്തു. കർത്താവെ, ഞാൻ മടുത്തു എന്ന് നമുക്ക് വേദനയോടുകൂടി ഏറ്റു പറയാം. ഹെസ്കേൽ രാജാവ് കരഞ്ഞതുപോലെ കർത്താവിനെ സന്നിധിയിൽ നമുക്ക് കരയാം. രാജാവ് ഭിത്തിയിലേക്ക് തലതിരിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് തലതിരിക്കാം. കർത്താവെ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചെങ്കിലും ഇനിയും എനിക്ക് പ്രതീക്ഷിക്കാൻ കാരണമുണ്ട്. കാരണം എനിക്ക് ഒരു ദൈവമുണ്ട്. അങ്ങാണ് എൻ്റെ ദൈവം. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവിടുന്ന് സർവശക്തനാണ്. അവിടുന്ന് മുറിവുണക്കുന്നവനാണ്. അവിടുന്ന് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനാണ്. അവിടുന്ന് ബന്ധനങ്ങൾ അഴിക്കുന്നവനാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധമായ നാമം വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധമായ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലിരുന്നു കൂടി സമയത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തി ഇവിടെ പ്രകടമാകട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തി പ്രകടമാകട്ടെ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി, അടയാളങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അല്പം കൂടി സ്വരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം കൂടി ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അധരം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവ്, രോഗങ്ങൾ സുഖപ്പെടട്ടെ. രോഗത്തിന്റെ കാരണങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തല മുതൽ ഓരോ അവയവങ്ങളുമുള്ള സർവ്വരോഗങ്ങളിലേക്കും നിന്റെ ശക്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വരോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് പുറത്താക്കുന്നു. എല്ലാ രോഗപിടകളിൽ നിന്നും നിങ്ങൾ വിമോചിക്കപ്പെടട്ടെ യേശുനാമത്തിൽ. എല്ലാ ആന്തരിക സംഘർഷങ്ങളിൽ നിന്നും ആന്തരികമായ മുറിവുകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വിമോചനം കിട്ടട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും യേശുനാമത്തിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളെ വിടിവിപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരട്ടെ. കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തരട്ടെ. കർത്താവ് ഞങ്ങൾക്ക് രോഗശാന്തി തരട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ സ്തോത്ര. ദൈവമേ നന്ദി, ദൈവമേ സൗഖ്യം നൽകണമേ രക്ഷകനീശോയേ. സൗഖ്യം നൽകണമേ രക്ഷകനീശോയേ. സൗഖ്യം നൽകണമേ രക്ഷകനീശോയേ. സൗഖ്യം നൽകണമേ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ.
നാമത്തിൽ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. ശക്തിയോടുകൂടി വ്യാധികളെല്ലാം ശക്തിയോടുകൂടി പാടുക. പ്രാപിക്കട്ടെ. ബലത്തോടുകൂടി തളർന്ന കൈകാൽ ആവേശത്തോടുകൂടി മുട്ടുകളെല്ലാം പാടുക. സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതമൊഴുകും കൈകൾ നീ അവരിൽ നീട്ടണമേ. 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ദൈവമേ കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുമുണ്ട്. എങ്കിലും ദൈവമേ, ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച സർവ്വ മനുഷ്യരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ നിസ്സഹായതകളെയും രോഗങ്ങളെയും അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും ഇതിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാത്രി ആ മക്കളോട് കരുണ കാണിക്കണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ. അവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ നീ കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ച സർവർക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്താം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ തീഷ്ണതയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഈശോയെ നന്ദി. കർത്താവെ സ്തോത്രം. ദൈവമേ നന്ദി. ഹല്ലേലൂയ. ദൈവമേ യേശുവേ ഹല്ലേലൂയ. ദൈവമേ നന്ദി. ദൈവമേ സ്തോത്രം. അത്ഭുതമൊഴുകും കൈകൾ നീ അവരിൽ നീട്ടണമേ. എല്ലാവരെയും അത്ഭുതമൊഴുകും കൈകൾ നീ അവരിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ അവരിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ അവരിൽ നീട്ടണമേ. നമ്മുടെ മാതാപിതാക്കള്, ജീവിത പങ്കാളി, സഹോദരങ്ങള്, മക്കളെല്ലാവരെയും ഓർക്കാം. ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സഹായിച്ച ഓരോ മനുഷ്യരെയും ഓർക്കാം. നമ്മുടെ രാഷ്ട്രത്തെ ഓർക്കാം. നമ്മുടെ ഗവൺമെൻറ്റുകളെ ഓർക്കാം. രാഷ്ട്രീയ പാർട്ടികളെ ഓർക്കാം. ഭരണകർത്താക്കളെ ഓർക്കാം. അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. നമ്മളെ ദ്രോഹിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ ഈ രാത്രി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരെ കർത്താവെ രാത്രി അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഈ രാത്രി അതിനേക്കാൾ കൂടുതൽ നമ്മളായിരിക്കും അനുഗ്രഹിക്കപ്പെടുക. അതുകൊണ്ട് ഈ ലോകത്ത് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യനും വിട്ടുപോകരുത്. ശത്രുവോ മിത്രമോ ആകട്ടെ, ഉപകാരിയോ അല്ല അപരിചിതനോ ആകട്ടെ, രോഗിയോ പാപിയോ ആകട്ടെ, ബലഹീനരോ ശക്തമാനോ ആകട്ടെ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ എല്ലാവരുടെ മേലെ കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സൗഖ്യം വർഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ മഹത്വം. ഈശോ ആരാധന. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ഹല്ലേലൂയ. 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 കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ സ്തോത്രം. അഭിഷേകത്തിൻ കൈകൾ നീ അവരിൽ നീട്ടണമേ. കർത്താവേ നന്ദി. അഭിഷേകത്തിൻ കൈകൾ നീ അവരിൽ നീട്ടണമേ. യേശുവേ കരുണ. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി. ഒരു നിമിഷം നിശബ്ദതയിൽ നമുക്ക് നിൽക്കാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ നൈറ്റ് വിജയിൽ ആരംഭിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മനസമാധാനം തോന്നുന്നുവെങ്കിൽ, പ്രത്യാശ തോന്നുന്നുവെങ്കിൽ, കർത്താവിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ, ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം തോന്നുന്നുവെങ്കിൽ കർത്താവിന് നന്ദി പറയാം.
കർത്താവെ, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഉള്ളതിനേക്കാൾ വർദ്ധിച്ച കൃപകളോടുകൂടി എന്നെ ഇന്ന് തിരിച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ പോരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സമാധാനമുള്ള രക്ഷയുടെ അനുഭവമുള്ള ഒരു വീട്ടിലേക്ക് മടങ്ങി ചെല്ലുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, സദാദിവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ നീ വചനമയച്ച് വീട്ടിൽ കിടന്ന വൃത്തിനെ സുഖപ്പെടുത്തുകയല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നിന്റെ വചനത്തെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നു ചെല്ലുന്ന അവിടുത്തെ വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തള്ളേണ്ടതെല്ലാം തള്ളുവാനും മാറ്റേണ്ടതെല്ലാം മാറ്റുവാനും പുതിയ അഭിഷേകം സ്വീകരിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു ചെല്ലട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു ചെല്ലട്ടെ. അവിടെയുള്ള എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ കുറവുകളും നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിയും, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ദൈവമേ നന്ദി. കർത്താവേ സ്തോത്ര. ദൈവമേ നന്ദി. കർത്താവേ സ്തോത്ര. ദൈവമേ മഹത്വം. കർത്താവേ സ്തോത്ര. ദൈവമേ മഹത്വം. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ കുടുംബങ്ങളെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവമേ നന്ദി. കർത്താവേ സ്തോത്രം. നമുക്ക് ഈ ആരാധന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലുമുള്ള എല്ലാ അശുദ്ധിയും മാറ്റണമേ. ആ മേഖലകളെല്ലാം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ജ്ഞാനമായി, ബുദ്ധിയായി, അറിവായി, ആലോചനയായി, ദൈവഭക്തിയായി, ദൈവഭയമായി ഞങ്ങൾ നിറയണമേ. സ്നേഹമായി, ആനന്ദമായി, സമാധാനമായി, ക്ഷമയായി, കരുണയായി, നന്മയായി, ആത്മസംയമനമായി ഞങ്ങൾ നിറയണമേ. ഞങ്ങളിലുള്ള മുൻകോപവും സ്വാർത്ഥതയും സങ്കടങ്ങളും എടുത്തുചാട്ടവും എല്ലാം നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന അഗ്നി കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിക്കാം. ഈശോ പറഞ്ഞ് ചോദിക്കുന്ന എല്ലാവർക്കും ആത്മാവിനെ നൽകും. ഈശോയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിലേക്ക്, സർവ്വജനപദങ്ങളിലേക്കും അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധിയും മാറ്റണമേ, എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തണമേ, എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ, എല്ലാ ബലഹീനതകളെയും എടുത്ത് മാറ്റണമേ. വരുംകാല ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ദാഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ പൂരിതരാകുന്നതിന് വേണ്ടി ആത്മാവിനെ അയക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധാത്മാവേ, ശക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, അഭിഷേകം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകത്തെ നിറയ്ക്കണമേ, അഭിഷേകത്തെ നിറയ്ക്കണമേ, ശക്തിയെ നിറയ്ക്കണമേ. വരങ്ങളാലും ഭാരങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കണമേ. അവിടുത്തെ വരം ഞങ്ങൾക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിഷേകം സ്വീകരിക്കാൻ നന്നായിട്ട് കരമ ഉയർത്തിപ്പിടിക്കാമോ? നന്നായിട്ട് കരമ ഉയർത്തിപ്പിടിക്കാമോ? നന്നായിട്ട് പോരാ പോരാ പോരാ.
നന്നായിട്ട് കരമയർത്തിക്കൊണ്ട് ഒരു അഭിഷേകം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ നിറയണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തെ അനേകരമേ ആത്മാവിനെ. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമുക്ക് മുട്ടുകൂത്താം. പിന്നെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, നന്ദി പറയാം. കർത്താവെ, സുരക്ഷിതമായി ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, യാത്രയിലെ അപകടങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ കർത്താവെ രാത്രി ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. ദുഷ്ടാരൂപിയുടെ ഉപദ്രവങ്ങളിൽ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും എല്ലാം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ സംരക്ഷണത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങളെ വിട്ടുതരുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം ഈ രാത്രി നമുക്ക് ഏറ്റുവാങ്ങി പുതിയ സൗഖ്യവും പുതിയ അഭിഷേകവും സ്വീകരിക്കാം. ആരാധന 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 ആരാധന
സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരനെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരനെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരനെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധോ ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കായി ദൈവമേ ഗീതം സൂലുവെ പാപിയിരിക്കാൻ ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ദൈവസന്നിധോ ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കായി ദൈവമേ ഗീതം സൂലുവെ പാപിയിരിക്കാൻ ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കാം. പാടി സ്തുതിക്കാം.